നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന് നിർണായക മണിക്കൂറുകൾ. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നു. ബലാത്സംഗം ചെയ്തതിനും ഗർഭഛിദ്രം നടത്തിയതിനും തെളിവെന്ന് പ്രോസിക്യൂഷൻ. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ നാളെ വരെ കസ്റ്റഡിയിൽ വിട്ട് കോടതി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിക്ക് കോൺഗ്രസ്. പുറത്താക്കൽ തീരുമാനം ഉടനെന്ന് സൂചന. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായെന്ന് കെ മുരളീധരൻ. സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. ലീഡേഴ്സുമായിട്ട് കൂടിയാലോചിച്ച് ഇപ്പോൾ ഓൺലൈനിൽ ചേരാലോ വേണമെങ്കിൽ. അങ്ങനെ കൂടിയാലോചന നടന്നോ? ഏതായാലും ഞാൻ പ്രസിഡന്റുമായിട്ട് എല്ലാ കാര്യവും സംസാരിച്ചിട്ടുണ്ട്. ആക്ഷനിലൂടെ വരും. ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് വി ഡി സതീശൻ. ആദ്യം നിയമാനുസൃത നടപടിയെടുക്കട്ടെ എന്ന് സണ്ണി ജോസഫ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ 1 മാസം കൂടി സമയം നൽകി ഹൈക്കോടതി. എഫ്ഐആർ രേഖകൾ അടക്കം വേണമെന്ന ഇഡി ആവശ്യത്തിൽ വിചാരണ കോടതിക്ക് തീരുമാനമെടുക്കാം. കേസിൽ എൻ വാസുവിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷ തള്ളി കൊല്ലം വിജിലൻസ് കോടതി. നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾക്ക് വേദിയാകാൻ ശംഖുമുഖം. ഡിസ്ട്രോയർ, യുദ്ധക്കപ്പലുകളും ഫൈറ്റർ ജെറ്റുകളും അണിനിരക്കും. രാഷ്ട്രപതി എത്തുക 4 മണിക്ക്. ഝാർഖണ്ഡിൽ രാഷ്ട്രീയ അട്ടിമറി സാധ്യത തള്ളി ബിജെപിയും ജെഎംഎമ്മും. ജെഎംഎമ്മുമായി ഒത്തുപോകാനാവില്ലെന്ന് ബിജെപി. കർണാടക കോൺഗ്രസിൽ അനുനയ ചർച്ചകൾ തുടരുന്നു. സിദ്ധരാമയ്യയുമായി ചർച്ച നടത്തി കെ സി വേണുഗോപാൽ. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച പരാജയം. വിട്ടുവീഴ്ചയില്ലെന്ന് വ്ളാദിമിർ പുടിൻ. റഷ്യൻ പ്രസിഡന്റ് നാളെ ഇന്ത്യയിലേക്ക്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ഏകദിനത്തിൽ ഇന്ത്യക്ക് ബാറ്റിംഗ്. പരമ്പര ജയിക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സംബന്ധിച്ച് ഏറ്റവും നിർണായക മണിക്കൂറുകളിലാണ് ഉള്ളത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേട്ട് കഴിഞ്ഞിരിക്കുന്നു. രാഹുലിനെതിരായ പോലീസ് റിപ്പോർട്ടിൽ ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. ബലാത്സംഗം ചെയ്തതിനും ഗർഭഛിദ്രം നടത്തിയതിനും തെളിവെന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. രാഹുലിനെതിരെ ഇതിനിടെ കൂടുതൽ പരാതിക്കാർ രംഗത്തെത്തിയെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. അതിജീവിത ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ പോലും ബലാത്സംഗം ചെയ്തു. അതിജീവിതയെ രാഹുൽ ക്രൂരമായി ഉപദ്രവിച്ചുവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിക്ക് കോൺഗ്രസ് തയ്യാറെടുക്കുന്നുവെന്നാണ് സൂചന. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. കടുത്ത ഭാഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ രാഹുലിനെതിരെ നിലപാടെടുത്തത്. വിവരങ്ങളുമായി ഡാൻ കുര്യനും TG സജിത്തും ചേർന്നു. ആദ്യം ഡാനിലേക്ക്. ഡാൻ, ഈ കോടതി നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ്. അതിലേക്ക് വരും മുൻപ് നമുക്ക് ലഭിക്കുന്ന ചില സുപ്രധാന സൂചനകൾ. രാഹുലിന്റെ ഒളിവ് ജീവിതം ഉടൻ അവസാനിപ്പിക്കുമോ? അത്തരം ചില സൂചനകൾ പുറത്തുവരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മൈസൂരിലോ ബംഗളൂരുവിലോ ഉണ്ട് എന്ന സംശയത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം 2ആയി തിരിഞ്ഞുകൊണ്ട് 2 നഗരങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. അതിനൊടുവിൽ ഈ ഒളിവിടം കണ്ടെത്തിയെന്ന സൂചന വന്നതിനെ തുടർന്ന് ആദ്യം സഞ്ചരിച്ചിരുന്ന വാഹനം മാറി മറ്റൊരു വാഹനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ യാത്രാപഥം മാറ്റിയിരുന്നു. അതിനുശേഷമാണ് മൈസൂർ വഴി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ തിരികെ കൽപ്പറ്റ കോടതിയിൽ ഹാജരായേക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ കോടതി പരിസരത്ത്, അതായത് കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നതിന് മുമ്പ് രാഹുലിനെ പിടികൂടാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തുവരുന്നുണ്ട്. അതല്ല എങ്കിൽ വിദഗ്ധമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കൽപ്പറ്റ കോടതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടതിയിലോ കീഴടങ്ങാനുള്ള സാധ്യതയും അന്വേഷണ ഉദ്യോഗസ്ഥർ മുന്നിൽ കാണുകയാണ്. എന്തായാലും അന്വേഷണ സംഘം 2 ദിശകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിച്ച വാഹനപഥത്തിന് പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ വരുന്ന 2 മണിക്കൂറുകൾ ഏറ്റവും നിർണായകമായിരിക്കും. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാനുള്ള സാധ്യത കൃത്യമായി രാഹുലിന്റെ സംഘവും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കോടതിയിൽ കീഴടങ്ങിക്കൊണ്ട് പോലീസിന് പിടികൊടുക്കുന്ന നീക്കം
നാടകീയമായി മാറ്റി കോടതിയിൽ കീഴടങ്ങി റിമാൻഡിലേക്ക് പോകുന്നതിനുള്ള ഒരു നീക്കം നടത്തുന്നത് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതായത് ഏത് തരത്തിലായിരുന്നോ ഈ ക്രിമിനൽ സംവിധാനങ്ങളുടെ ഭാഗമായത്, എങ്ങനെയാണോ പരാതി വരാതെ ഇത്രയും നാൾ ഇരകളെ മാനേജ് ചെയ്തത്, സമാനമായ തരത്തിൽ അറസ്റ്റിലാകാനുള്ള സാധ്യത, പോലീസിന് മുമ്പിൽ കീഴടങ്ങാനോ അല്ലെ പോലീസിന് പിടികൊടുക്കാനുള്ള സാധ്യത പൂർണ്ണമായി ഇല്ലാതാക്കി കോടതിയിലേക്ക് നേരിട്ടെത്താനുള്ള ഒരു മൂവ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നുവെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പിടികൂടിയ മതിയാകൂ എന്ന കർശനമായ നിർദ്ദേശം ക്രമസമാധാന ചുമതലയുള്ള ADGP അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത്. കാരണം ഏതെങ്കിലും വിധേനെ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പരിധിയിൽ നിന്ന് വീണ്ടും ദൂരേക്ക് മാറിയാൽ അത് പോലീസിന്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയായി മാറും. അതുകൊണ്ട് കൃത്യമായ സർവൈലൻസിലേക്ക് രാഹുലിനെ എത്തിക്കുക, രാഹുൽ എവിടെയാണെന്ന് അറിയുക, ഒപ്പമുള്ളത് ആരൊക്കെയാണെന്ന് അറിയുക, കേസിലെ കൂട്ടുപ്രതിയായ ജോബി ജോസഫ് ഒപ്പമുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, ഇതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഉദ്യോഗസ്ഥർക്ക് മുമ്പിലെ വെല്ലുവിളി. അതിൽ ബാംഗ്ലൂരുവിൽ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയെന്ന് ഉറപ്പിച്ച അന്വേഷണ സംഘം അവിടേക്ക് എത്തിയ വാഹനത്തിന്റെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടുവെന്ന് മനസ്സിലാക്കി ഇയാളുടെ ടവർ ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തിയിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്ന് അധിക ദൂരം രാഹുലിന് സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചത്. പിന്നീടാണ് മൈസൂരു, ബംഗളൂരു ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് പരിശോധന ചുരുക്കിയത്. അവിടെ നിന്നാണ് ഇപ്പോൾ മൈസൂർ റൂട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നിട്ടുണ്ടോ എന്ന സംശയത്തിൽ പരിശോധന വ്യാപകമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ കൽപ്പറ്റ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങിയേക്കുമെന്ന വളരെ നിർണായകമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശരി ഡാൻ, അടുത്തത് കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പോലീസ് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ചെറിയ കാര്യങ്ങളല്ല ഉള്ളത്. നേരത്തെ പല വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടാതിരിക്കുന്ന തരത്തിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ്, കുറ്റകൃത്യങ്ങൾ രാഹുൽ ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോസിക്യൂഷൻ ആദ്യം മുതൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഇരയായ യുവതി സമർപ്പിച്ചിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളിൽ ഡോക്ടർമാരുടെ മൊഴി കൂടി അതോടൊപ്പം ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഡോക്ടർമാരുടെ മൊഴിയാണ് ഈ കേസിൽ ഏറ്റവും സുപ്രധാനമായി മാറാൻ പോകുന്നത്. കാരണം ഈ യുവതി ഗർഭചിത്രം നടത്തിയതിനു ശേഷം അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാവുകയും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്തതിനെ തുടർന്ന് തിരുവനന്തപുരം നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഈ ആശുപത്രിയിലെ ഡോക്ടർ ആദ്യഘട്ടം മുതൽ തന്നെ ഈ യുവതിയോട് ഇതാരാണ് ഇതിന് പിന്നിൽ എന്ന കാര്യം നിങ്ങൾ പറയണമെന്ന് ആവർത്തിച്ച് യുവതിയോട് ആവശ്യപ്പെട്ടിരുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും പരാതി നേരിട്ട് പോലീസിന്റെ കൈവശം എത്തുന്ന ഒരു സാഹചര്യം വന്നതിന് പിന്നാലെയാണ് ഈ ഡോക്ടറുടെ മൊഴി അടിയന്തരമായി രേഖപ്പെടുത്തിയത്. ആ ഡോക്ടറാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കൃത്യമായ മൊഴി അന്വേഷണ സംഘത്തിന് കൈമാറിയത്. ആ മൊഴിയടക്കം പരാമർശിക്കുന്നത്, അതായത് ഇവരുടെ ശരീരത്തിൽ പീഡനത്തിന് സമാനമായ ആഴത്തിലുള്ള മുറിവുകൾ ഏറ്റിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന മൊഴിയാണ് ഈ ഡോക്ടർ കൈമാറിയത്. ആ മൊഴിയാണ് പോലീസ് റിപ്പോർട്ടിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്നത്. അതായത് ഒരു മ്യൂച്വൽ കൺസെന്റിൽ ഉള്ള ഒരു ബന്ധത്തിനപ്പുറത്തേക്ക് ബലം പ്രയോഗിച്ചുള്ള ഒരു പീഡനത്തിലേക്ക് പോകുന്നതിന് സമാനമായ തരത്തിലുള്ള മുറിവുകൾ ഈ യുവതിയുടെ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ സീൽ ചെയ്ത കവറിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വാദിഭാഗവും പ്രതിഭാഗവും ഒരുപോലെ തന്നെ ഇൻ ക്യാമറ പ്രോസസ്സിൽ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന ആവശ്യം ജഡ്ജിന് മുമ്പിലേക്ക് വെച്ചത്. കാരണം സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഭിഭാഷകരോ മാധ്യമപ്രവർത്തകരോ മറ്റ് പുറത്തു നിന്നെത്തുന്ന പൊതുജനങ്ങളോ ആരും അറിയാൻ പാടില്ലാത്തതിനാൽ ജഡ്ജി മാത്രം കാണുന്ന തരത്തിൽ അതീവ രഹസ്യമായി വേണം ഈ വാദം കേൾക്കാനെന്ന ആവശ്യം ഉന്നയിച്ചത് പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഒരുമിച്ചായിരുന്നു. അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് അടച്ചിട്ട മുറിയിൽ ഈ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ വാദം നീണ്ടുപോയാൽ വിധി പറയാനായി അടുത്ത ദിവസത്തേക്ക് ഈ കേസ് മാറ്റിവെച്ചേക്കാം. അതല്ല എങ്കിൽ ഇന്ന് തന്നെ തീരുമാനം വരും. രണ്ടായാലും രാഹുലിന് അധികകാൽ ഇനി ഹൈഡ് ചെയ്ത് മറഞ്ഞിരിക്കാൻ കഴിയില്ല. കൃത്യമായി പുറത്തേക്ക് വരേണ്ടത് രാഹുലിന് മുമ്പിൽ അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. ശരി, ഡാൻ കുര്യനാണ് വിശദമായ അത്തരം വിവരങ്ങൾ നൽകിയത്. ഇനി രാഷ്ട്രീയമായി ഇത് എങ്ങനെയൊക്കെയാണ് ചലനങ്ങൾ സൃഷ്ടിക്കുന്നത്? TG സജിത്ത് വിവരങ്ങൾ നൽകും. സജിത്ത്, ഇന്ന് രാവിലെ കെ മുരളീധരനാണ് ആദ്യം തിരികൊളുത്തിയത്. നടപടി ഒട്ടും താമസിക്കില്ല, പുകഞ്ഞ കൊള്ളി പുറത്താണ്, പുകഞ്ഞ കൊള്ളിക്കൊപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടി പുറത്തേക്ക് പോകും എന്ന തരത്തിൽ ഏറ്റവും കൃത്യമായ ഒരു പ്രതികരണവുമായി കെ മുരളീധരൻ എത്തി.
കോൺഗ്രസിൽ ഇനി രാഹുലിനെ ന്യായീകരിക്കാൻ ആരുമുണ്ടാവില്ല. ഒരു മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നു, അതിന് പിന്നാലെ അറസ്റ്റ് ഉണ്ടാകുമെന്നതിലേക്ക് കൃത്യമായി എത്തുന്നതോടെ കോൺഗ്രസിനകത്തും രാഹുലിന്റെ പിന്തുണ ഇല്ലാതാവുകയാണോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ശ്രീജ സംഭവിക്കുന്നത്. കോൺഗ്രസിന് രാഹുലിനെ ഇനി ഒരർത്ഥത്തിലും പിന്തുണയ്ക്കാൻ കഴിയില്ല. രാഹുലിനെ പുറത്താക്കണം. ഇതുവരെ സസ്പെൻഡ് ചെയ്തു, കോൺഗ്രസിന്റെ ഭാഗമല്ല, രാഹുലിനെതിരെ നിയമ നടപടി ഉണ്ടാവട്ടെ, ഇങ്ങനെയായിരുന്നു കോൺഗ്രസിന്റെ വാദം. പക്ഷേ അതിനപ്പുറത്തേക്ക് രാഹുലിന് MLA സ്ഥാനം രാജിവെക്കണം, അത് കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ അറിയിക്കണം. ഈ നിലപാടിലേക്ക് തന്നെ കോൺഗ്രസ് വന്നു കഴിഞ്ഞു. ഇന്ന് തന്നെ ഈ തീരുമാനം ഉണ്ടാവും നമുക്ക് കരുതാം. നേതാക്കൾക്കിടയിൽ കൂടിയാലോചനകൾ നടക്കുകയാണ്. കോടതി തീരുമാനം വരുന്ന മുറയ്ക്ക് തന്നെ ആ തീരുമാനം ഉണ്ടാകും. അത് നേതാക്കൾ സൂചന നൽകി കഴിഞ്ഞു. ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തെ തുറന്നെതിർക്കുന്ന ചില നേതാക്കളുണ്ട്. ചിലരൊക്കെ പരസ്യമായി അഭിപ്രായം തയ്യാറാവാത്തവരുണ്ട്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിന് അനുകൂലമായി നടക്കുന്ന ചർച്ചകൾക്ക് പിൻപറ്റി രാഹുലിനോട് ഒരു മൃദു സമീപനം സ്വീകരിച്ച നേതാക്കളുണ്ട്. ഇവർക്കെല്ലാം നിലപാട് മാറ്റേണ്ട സാഹചര്യമുണ്ട്. അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കൾ മുമ്പ് മൃദു സമീപനം സ്വീകരിച്ചവരാണ്. ഇവരൊക്കെ ഇപ്പോൾ നിലപാട് മാറ്റുകയാണ്. അങ്ങനെ നേതാക്കൾ ഒന്നടങ്കം രാഹുലിനെ പൂർണ്ണമായി തള്ളിപ്പറയുകയാണ്. അത് ഈ പുതിയ സാഹചര്യങ്ങൾക്കപ്പുറം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസ് പാർട്ടി അത്തരമൊരു നിലപാടെടുക്കേണ്ടി വരുന്നത്. കാരണം കടുത്ത നിലപാടെടുത്തെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിക്കും നിലപാടെടുക്കാനും വിശദീകരിക്കാനും കഴിയുള്ളൂ. അതുകൊണ്ട് കൂടിയാണ് ആ വാദം. ഇപ്പോൾ തങ്ങൾക്ക് ലഭിച്ച പരാതി കയ്യിൽ വെക്കാതെ അത് നിയമത്തിന് വിട്ടുകൊടുത്തു. ഇതാണ് കോൺഗ്രസിന്റെ ശൈലി എന്ന വാദം ഉയർത്തുന്നുണ്ട് കോൺഗ്രസ്. അതിനപ്പുറം രാഹുലിനെതിരെ കൂടുതൽ നടപടികൾ പ്രഖ്യാപിച്ചേ പറ്റൂ. അത് നേതാക്കളടക്കം പരസ്യമായ വാദം ഉയർത്തി തുടങ്ങി. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഈ നടപടി ഉണ്ടാവുന്നതിനെ നമുക്ക് പ്രതീക്ഷിക്കാം. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. വാദം വിശദമായി കേട്ടുകഴിഞ്ഞു. ഇനി കൂടുതൽ കാര്യങ്ങൾ ബോധിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറിയേക്കാം. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം രാഹുലിനെതിരെ പൂർണ്ണമായും പാർട്ടി നിലപാട് കടുപ്പിക്കുകയാണ്. ഇനിയും രാഹുലിനെ പിന്തുണയ്ക്കുന്നത് അല്ലെങ്കിൽ രാഹുലിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പോലും വലിയ അപകടം സൃഷ്ടിക്കും എന്ന തിരിച്ചറിവ് കോൺഗ്രസിനകത്തും വന്നു കഴിഞ്ഞു. രാവിലെ ആദ്യം തുടങ്ങി വെച്ചത് കെ മുരളീധരനായിരുന്നു. ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായി എന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. പൊക്കിൽ കൊടി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സ്പീക്കറാണ്. പാർട്ടി ഏൽപ്പിച്ച കാര്യം ചെയ്യാത്തയാൾ പാർട്ടിക്ക് പുറത്താണ്. പാർട്ടി ഏൽപ്പിച്ചത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണെന്നും അല്ലാതെ മതിൽ ചാടാനല്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാർട്ടിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണമെന്നാണ് പാർട്ടിയുടെ നിലപാട്. അതിനെതിരായിട്ട് ആര് നീങ്ങിയാലും നടപടി പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ മാന്യത വേണം. അതാണ് ഞങ്ങളുടെ നിലപാട്. അടിയന്തര യോഗം ഏതാ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഏതാ പാർട്ടി ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. ഈ പറഞ്ഞ അടിയന്തര KPCC യോഗം അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അതിന്റെ ആവശ്യമൊന്നുമില്ല. ലീഡേഴ്സുമായിട്ട് കൂടിയാലോചിച്ച് ഇപ്പോൾ ഓൺലൈനിൽ ചേരാലോ വേണമെങ്കിൽ. അങ്ങനെ ഈ കൂടിയാലോചന നടന്നോ? ഏതായാലും ഞാൻ പ്രസിഡന്റുമായിട്ട് എല്ലാ കാര്യവും സംസാരിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് എന്താണ് മറുപടി? അതായത് ആക്ഷനിലൂടെ വരും. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വാദം അവസാനിച്ചു എന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോ ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം, വിധി ഉണ്ടാവുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷയുള്ള കാര്യം. ഒരുപക്ഷെ വിധി പറയാനായി മാറ്റിവെക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ചിലർ അവകാശപ്പെടുന്നത്. അതല്ല, ഇന്ന് തന്നെ വിധി പറഞ്ഞേക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. എന്തായാലും ശക്തമായ വാദമാണ് കോടതിയിൽ നടന്നത്. പ്രോസിക്യൂഷൻ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത്, മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. കാരണം പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്ന സാഹചര്യമുണ്ടായാൽ തെളിവുകൾ നശിപ്പിക്കാനും ഇരകളെ സ്വാധീനിക്കാനുമുള്ള ശ്രമം ഉണ്ട് എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘടിതമായ സൈബർ അറ്റാക്ക്, അതായത് ഈ ഇരയ്ക്കെതിരെ നടന്ന അവരുടെ ചിത്രം പ്രചരിപ്പിക്കുകയും അതോടൊപ്പം അവരെ സമൂഹമധ്യത്തിൽ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ നടന്ന വ്യാപകമായ പ്രചാരണം, അത് കൃത്യമായി സംഘടിത സ്വഭാവമുള്ളതാണ് എന്ന വിലയിരുത്തൽ അന്വേഷണ സംഘത്തിന് കൃത്യമായി തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടിരുന്നു. അതുകൂടി പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെ കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വാദം അവസാനിച്ചിരിക്കുന്നു. ഇനി ആകാംക്ഷയുടെ മണിക്കൂറുകൾ. ഇന്ന് വിധി പറയുമോ? രാഹുൽ മാങ്കൂട്ടത്തിന് നിയമപരമായി താൽക്കാലിക ആശ്വാസത്തിനെങ്കിലും വഴിവെച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കുമോ, അതോ തിരിച്ചടിയായി മാറുന്ന തരത്തിൽ ജാമ്യം നിഷേധിക്കപ്പെടുമോ? ഇതിൽ ഏതാണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാൻ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ പ്രതിവാദങ്ങൾക്കാണ്
ഈ കോടതിയിലെ അടച്ചിട്ട കോടതി മുറി സാക്ഷ്യം വഹിച്ചത്. എന്തായാലും ആ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു ഔദ്യോഗികമായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഡാൻ, ഇതിനിടെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണം രാഹുൽ എവിടെയെന്ന അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇന്നലെ മറ്റൊരു അതിഗുരുതരമായ പരാതി കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നത്. ഒരു പെൺകുട്ടി പാർട്ടി നേതൃത്വത്തിനും അടക്കം കത്തുകൾ ഈ പരാതി ഉന്നയിച്ചുകൊണ്ട് കത്തയക്കുന്നു. അതേ തുടർന്നാണ് ഇന്നിപ്പോൾ DGP പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ പരാതി കൈമാറി എന്ന വിവരം വരുന്നത്. ആ സംഭവത്തിൽ ആ പരാതിയിൽ എന്താണ് നടക്കുന്നത്? ആ കുട്ടി ആ കത്തിൽ തന്നെ പറയുന്നുണ്ട്, എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള ധൈര്യമില്ല, ക്രൈംബ്രാഞ്ച് സമീപിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കും ആ പരാതിയുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്? നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് KPCC അധ്യക്ഷൻ കൈമാറിയ പരാതിയാണ് സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. ആ പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ഈ യുവതി ആരാണ് എന്ന് കണ്ടെത്തുക എന്നതാണ് അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ദൌത്യം. അതിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പത്തനംതിട്ട സ്വദേശിനിയായ ബംഗളൂരുവിൽ താമസമാക്കിയ ഒരു യുവതിയാണ്, 23-കാരിയാണ് ഈ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് വിവരം. പക്ഷേ അവരുടെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട് അവർ ഒരു തരത്തിലും ഒരു പരസ്യമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമ പോരാട്ടത്തിന് പോകാൻ താൻ സന്നദ്ധയല്ല എന്ന ഈ പരാതിയിൽ തന്നെ കൃത്യമായി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് അവരുടെ മൊഴിയെടുക്കാൻ കഴിയുമോ എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപക്ഷെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥ തന്നെ ഈ യുവതി ആരാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം അവരെ ഫോണിൽ ബന്ധപ്പെടാനാണ് സാധ്യത. അതിനുശേഷം അവർ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നേരിട്ട് അവർക്ക് മൊഴിയെടുക്കാൻ സൗകര്യപ്പെടുന്ന ഒരു സാഹചര്യമോ സമയമോ ഉണ്ടെങ്കിൽ അത് പരിഗണിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരു മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കും. മാത്രമല്ല സമാനമായ തരത്തിൽ മറ്റ് ചില പരാതികൾ കൂടി വരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. കാരണം ഈ ഏതൊക്കെയാണ് ഈ പരാതികൾ, ആരൊക്കെയാണ് ഈ ഇരകൾ എന്ന കാര്യം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷകർ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പല ആളുകളെയും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്, ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പലരും സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും അതുമായി നിയമ പോരാട്ടത്തിന് പോകാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ആ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പാതി വഴിയിൽ നിലയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായാണ് കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു യുവതി പരാതി മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് കൈമാറുകയും ഉണ്ടായ ദുരനുഭവങ്ങളും കൈവശമുള്ള തെളിവുകളും അദ്ദേഹത്തിന് കൃത്യമായി തന്നെ നേരിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ നിന്നാണ് ഈ കേസിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. പിന്നീട് നേമം പോലീസ് FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതി ചേർത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടുപ്രതിയായി ജോബി ജോസഫ് എന്ന രാഹുലിന്റെ സുഹൃത്തിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം ആരംഭിച്ചതാണ്. അന്നു മുതൽ ജോബിയും രാഹുലും ഒളിവിലാണ്. എവിടെയെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. പോലീസ് പരക്കം പായുന്നുണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മുൻകൂർ ജാമ്യത്തിൽ വിധി വരുന്നതിന് മുമ്പ് രാഹുൽ പിടിയിലാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ഈ പോലീസിന്റെ റിപ്പോർട്ടിലേക്ക് ഒരിക്കൽ കൂടി വന്നാൽ ഡാൻ, രാഹുൽ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാൻ തയ്യാറായിരുന്നില്ലെങ്കിലും പിന്നീട് നമുക്ക് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലൊക്കെ ഉള്ളത് അത് ഉഭയസമ്മതപ്രകാരമുള്ള ഒരു ബന്ധമാണെന്ന് സ്ഥാപിക്കാനാണ് പലതവണ ശ്രമിച്ചിട്ടുള്ളത്. ഈ ഗർഭഛിദ്രം നടത്തിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും. പക്ഷെ അങ്ങനെ ഒരു വാദം കോടതിയിൽ നിലനിൽക്കുമോ? പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഈ ഫോൺ സംഭാഷണവും പുറത്തു വന്ന ചാറ്റുകളും ഉൾപ്പെടെയുള്ളപ്പോൾ അത്തരം വാദങ്ങൾ കോടതിക്ക് മുന്നിൽ നിൽക്കാൻ എത്രത്തോളം സാധ്യതയുണ്ട്? അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കോടതി ഏത് തരത്തിലുള്ള നിരീക്ഷണമാകും അതിൽ നടത്തുക എന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുലിന്റെ കൈവശം രാഹുലിന്റെ ഭാഗം ന്യായീകരിക്കുന്ന തരത്തിലുള്ള ചില ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പെൻഡ്രൈവിലാക്കിയ ചില തെളിവുകളുമുണ്ട്. അതിൽ ചില ദൃശ്യങ്ങളടക്കമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ഈ യുവതി ഒരു മാസം മാത്രമാണ് താൻ ഭർത്താവിനോടൊപ്പം കഴിഞ്ഞത്. പിന്നീട് ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, ഉലച്ചിലായിരുന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് ഗണ്ണിക്കുന്ന തരത്തിൽ ഏറെ മാസങ്ങൾ അവർ ഒരുമിച്ച് താമസിച്ചു എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇത് വ്യക്തമാക്കുന്ന ഒരു ചിത്രം ഈ പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഈ പ്രധാനമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് CPM-ഉം BJP-യും തനിക്കെതിരെ നടത്തിയ തന്നെ രാഷ്ട്രീയമായി വേട്ടയാടുന്നതിന് വേണ്ടി, രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ഈ കേസെന്നാണ്. അതിന്റെ ഭാഗമായി ഈ ഇരയാക്കപ്പെട്ട യുവതി ഒരു BJP നേതാവിനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രമടക്കമാണ് കോടതിയിൽ കഴിഞ്ഞ ദിവസം സീൽ ചെയ്ത കവറിൽ സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഇരയുടെ ഭാഗത്ത് നിന്ന്
ഈ പരാതിക്കൊപ്പം നൽകിയിരിക്കുന്ന തെളിവുകൾ ഇതിൽ വളരെ സുപ്രധാനമാണ്. കാരണം ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങൾ, അതോടൊപ്പം ശരീരത്തിൽ മുറിവേറ്റതിന്റെ ചില പാടുകൾ, ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ ആശുപത്രി രേഖകൾ, ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി, ഇതടക്കം ഈ കേസിൽ ഏറ്റവും സുപ്രധാനമായി മാറും. അതോടൊപ്പം ഈ തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തി 3 സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പ്രോസിക്യൂഷൻ ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇരയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ രാഹുലുമായി ബന്ധമുണ്ടെന്ന് പുറത്തറിഞ്ഞാൽ തന്റെ ജീവിതം ഇല്ലാതാക്കി കളയുമെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായെന്നായിരുന്നു പരാതിയിൽ എടുത്തു പറഞ്ഞത്. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ശരി സജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഈ മണിക്കൂറുകൾ വളരെ പ്രധാനപ്പെട്ടതാവുന്നതിന്റെ ഒരു കാര്യം, ഈ പരാതി AICCക്ക് മുന്നിൽ അടക്കം എത്തിയിട്ടുണ്ട്. AICCയെ സംബന്ധിച്ച് ദീപദാസ് മുൻഷിയൊക്കെ ഒരു ഘട്ടത്തിൽ ഉത്തരവ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉടൻ ഉത്തരവില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഡാൻ കുര്യൻ, ഡാൻ, എന്താണ് വിശദാംശങ്ങൾ? പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചിരിക്കുന്നു. വിധിയിൽ ഇന്ന് വിധി ഉണ്ടാകില്ല. വാദം കേട്ടതിന് ശേഷം വിധി പറയാനായി മാറ്റിയിരിക്കുന്നു. ഒരുപക്ഷെ ഇനിയുള്ള ഏറ്റവും നാടകീയമായ നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. കാരണം ഈ ഇടവേളയ്ക്കിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാനായാൽ അന്വേഷണ സംഘത്തിന് അത് വലിയൊരു ക്രെഡിറ്റ് ആകും. പിടികൂടാനായില്ലെങ്കിൽ വലിയ തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി തിരച്ചിൽ നടത്തിയ അന്വേഷണ സംഘത്തിന്റെ എല്ലാ ശ്രമങ്ങളും വൃഥാപാകുന്ന സാഹചര്യം വരും. ഇനിയും ഇവരെ വെട്ടിച്ചുകൊണ്ട് എത്ര നേരം രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ കഴിയാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വിധി പറയാനായി കേസ് മാറ്റിയിരിക്കുന്നു. കാരണം അത്രയും ശക്തമായ വാദമുഖങ്ങളാണ് കോടതിയിൽ അടച്ചിട്ട മുറിയിൽ ഇരുഭാഗങ്ങളും, പ്രോസിക്യൂഷനും പ്രതിഭാഗവും നടത്തിയത്. അവിടെ ഹാജരാക്കിയിരിക്കുന്ന തെളിവുകളടക്കം, ഡിജിറ്റൽ രേഖകളടക്കം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അത് കൃത്യമായി തന്നെ ജഡ്ജിക്ക് വീണ്ടും പഠിക്കേണ്ടതുണ്ട്. അതിന്റെ നിയമവശങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒരു മ്യൂച്വൽ റിലേഷൻ ആയിരുന്നു ഇവർക്കിടയിൽ നിലനിന്നിരുന്നത് എന്ന വാദമുഖം ഉയർത്തിക്കാണിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം തേടാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ശ്രമത്തെ പൊളിക്കുന്നതിനുള്ള കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞുവെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അവിടെയാണ് ആശുപത്രിയിലെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴിയടക്കം നിർണായകമായി മാറുന്നത്. യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടൽ പലതവണ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖകളടക്കമാണ് യുവതി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇതടക്കമുള്ള കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാകും കൂടുതൽ പഠിച്ചതിന് ശേഷം വിധി പറയാനുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന 3 സാധ്യതകളെ ആദ്യത്തെ സാധ്യത വാദം നീണ്ടുപോയാൽ വിധി പറയാനായി മാറ്റും. അത് തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ഇനി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഏത് നീക്കം ഉണ്ടാകുമെന്നതിലാണ് വ്യക്തത വരാനുള്ളത്. ഡാൻ, ഏതാണ്ട് ഇന്ന് തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നൊരു തീരുമാനം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ പാർട്ടി നടപടി പിന്നാലെ വരും. കോടതിയിൽ എന്ത് സംഭവിക്കും? കൽപ്പറ്റ കേന്ദ്രീകരിച്ചോ മറ്റൊരു കീഴടങ്ങൽ ഉണ്ടാകും. അങ്ങനെ ചെയിൻ റിയാക്ഷൻ പോലെ ഈ കോടതിയുടെ തീരുമാനത്തെ ചുറ്റിപ്പറ്റി പല കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇതിനൊക്കെ എന്ത് സംഭവിക്കുമെന്നാണ് അറിയേണ്ടത്. കോൺഗ്രസ് ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നത് മാറ്റിവെക്കുമോ? അടുത്തത് കൽപ്പറ്റ കോടതിയിൽ കീഴടങ്ങിയേക്കും എന്ന് നമുക്ക് കിട്ടുന്ന ആ സൂചനകൾ, ആ തീരുമാനം രാഹുൽ വേണ്ടെന്ന് വെക്കുമോ? പക്ഷേ രാഹുലിന് ഈ പറയുന്നത് പോലെ ബംഗളൂരുവിലായാലും മൈസൂരുവിലായാലും രാഹുലിനെ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘത്തിന്റെ ആളുകളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒളിച്ചുകളി അധിക നേരം തുടരാനും കഴിയില്ല. എന്താവും വരും മണിക്കൂറുകളിൽ സംഭവിക്കുക? കോടതിയുടെ തീരുമാനത്തിനായി കാത്തു നിൽക്കാതെ കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായി ഈ വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനം ഇന്ന് തന്നെ കൈക്കൊള്ളാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. കാരണം AICCയുടെ ചുമതലയുള്ള AICC സെക്രട്ടറി, കേരള തലവനുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി മുതിർന്ന നേതാക്കളുമായി ഇന്നലെ ഈ പരാതി ഉയർന്നു വന്നതിന് പിന്നാലെ തന്നെ ഫോണിൽ ബന്ധപ്പെടുകയും ചിലരെ നേരിൽ കാണുകയും ചെയ്തിരുന്നു. അപ്പോൾ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുപോലെ ആവശ്യപ്പെട്ടത് ഇനി കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടായതിനു ശേഷം ഗതികെട്ട് മാറ്റി എന്ന ഒരു അവസ്ഥയിലേക്ക് പാർട്ടിയെ എത്തിക്കേണ്ട. പാർട്ടി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, പാർട്ടിക്ക് നേരിട്ട് പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉടനടി നടപടിയെടുത്തുവെന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് രംഗത്തടക്കം പാർട്ടിക്ക് പ്രചാരണ വേദികളിൽ കൃത്യമായി പ്രതിരോധം തീർക്കാൻ കഴിയുന്ന ഒരു വിഷയമായി മാറും. അതുകൊണ്ട് അടിയന്തരമായൊരു
നടപടിയിലേക്ക് കടക്കണമെന്ന ആവശ്യത്തിൽ മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ ഉറച്ചു നിൽക്കുകയായിരുന്നുവെന്നാണ് വിവരം. അങ്ങനെയാണ് ദീപാദാസ് മുൻഷി ഈ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കുന്നത്. പിന്നീട് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളോട് അന്തിമമായൊരു തീരുമാനമെടുക്കുന്നതിന് മുന്നോടിയായുള്ള ചർച്ചകൾ, തിരക്കിട്ട ചർച്ചകൾ നടന്നത്. ആ ചർച്ചകളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ജില്ലകളിലാണ്. ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിധി പറയാനായി മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ആ വിധിക്കായി കാത്തു നിൽക്കാതെ നേരത്തെ മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടതിന് പ്രകാരം ഹൈക്കമാൻഡിനെ അവരുടെ കൂടിയാലോചനയിലെ തീരുമാനം അറിയിച്ചുകൊണ്ട് അന്തിമമായ തീരുമാനം ഹൈക്കമാൻഡ് വൈകാതെ തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിലെ സാങ്കേതികത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയതിനാൽ MLA ആയ ഒരു നേതാവിനെതിരെ ഒരു നടപടിയെടുക്കുമ്പോൾ KPCC നേതൃത്വത്തിന് മാത്രമായി അവിടെ നടപടിയെടുക്കാൻ കഴിയില്ല. കാരണം ആ വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കിയത് തീരുമാനമെടുത്തത് ഹൈക്കമാൻഡാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്കെതിരെ MLA ആയ വ്യക്തിക്കെതിരെ നടപടിയെടുക്കേണ്ടതും ഹൈക്കമാൻഡാണ്. അതാണ് ഇവിടുത്തെ സാങ്കേതികത്വം. അതുകൊണ്ടാണ് അതിലൊരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. വൈകാതെ തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമാകും. പാർട്ടിയുടെ ഒരു പ്രഖ്യാപനം വൈകാതെ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ശരി സജിത്ത്, ദേശീയ തലത്തിലേക്ക് അടക്കം ഈ വാർത്ത പോകുന്നുണ്ട്. നമ്മൾ ദേശീയ മാധ്യമങ്ങളിലടക്കം കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MLA ബലാത്സംഗ കേസിൽ ഇത്തരത്തിൽ കുറ്റാരോപിതനായിരിക്കുന്നു, കേസെടുത്തിരിക്കുന്നു എന്ന വാർത്തയൊക്കെ വരുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ദേശീയ തലത്തിലടക്കം വലിയ വാർത്തയാകുമ്പോൾ ഇനി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് പരാതി മുന്നിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇനി ഇടപെടാതിരിക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് നടപടിയെടുത്താൽ അത്രയും ചീത്തപ്പേര് കുറയുമെന്ന സാഹചര്യമാണ്. അതിന്റെ സൂചനകൾ സംസ്ഥാന നേതൃത്വത്തിനും കിട്ടിയിട്ടുണ്ട് എന്നല്ലേ ഇന്നത്തെ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ശ്രീജ, അത് തന്നെയാണ് സംഭവിക്കുന്നത്. എത്രയും പെട്ടെന്ന് നടപടിയെടുത്ത് മുഖം രക്ഷിക്കുക എന്നത് മാത്രമാണ് വാദം. ഇതുവരെ ഉയർത്തുന്ന പ്രതിരോധം എന്ത്, അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിലൊന്ന്, കോൺഗ്രസിന് ലഭിച്ച പരാതി സമയബന്ധിതമായി കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ അന്വേഷണ ഏജൻസിക്ക് കൈമാറി. മറിച്ചത് പാർട്ടി ഒളിപ്പിക്കാൻ ശ്രമിച്ചില്ല, CPM ആണ് ഒളിപ്പിച്ചേനെ. ഇതാണ് അവർ പ്രതിരോധത്തിനായി ഉയർത്തുന്ന വാദം. പക്ഷേ കോൺഗ്രസിനെ കുഴയ്ക്കുന്ന ഒരു വിഷയം, ഈ യുവതിയുടെ പുതിയ പരാതിയിൽ, ഇന്നലെ വന്ന പരാതിയിൽ, ഈ പരാതി നേരത്തെ തന്നെ രേഖാമൂലം പാർട്ടിക്ക് മുന്നിൽ ലഭിച്ചിട്ടും അത് കൈമാറിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാത്രമാണ് അന്വേഷണ ഏജൻസിക്ക് കൈമാറിയത് എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമുക്കറിയാം സംസ്ഥാനത്ത് മുന്നണികൾ തമ്മിൽ ഏറ്റവും വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്ന സമയമാണ്. സംസ്ഥാനത്ത് ഭരിക്കുന്ന സർക്കാരിനെതിരെ വലിയ ആയുധങ്ങൾ പ്രതിപക്ഷത്തിനുണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത്. ഇതൊക്കെ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണരംഗം കൊടുമ്പിരി കൊണ്ടുവരുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ വിധി നിർണ്ണയിക്കാൻ ഏറ്റവും സ്വാധീനിക്കുന്ന ഈ അവസാന ദിവസങ്ങളിൽ ഈ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി കോൺഗ്രസിന് മുന്നിൽ ഉണ്ടാവുന്നത്. ഇത് ഇങ്ങനെ ഉണ്ടാകുമെന്നത് ഒരു അപ്രതീക്ഷിതമാണ്. ഒരുപക്ഷെ ഇത് ചർച്ചയായേക്കാമെങ്കിലും ഈ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് കരുതിയതല്ല. എന്തായാലും ആ അവസ്ഥയിലേക്ക് വരുന്നു. സംസ്ഥാനത്തെ ഒരു പ്രതിപക്ഷത്തെ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഒരു MLA ഒളിവിൽ പോകുന്ന സാഹചര്യം, ഇയാൾക്ക് വേണ്ടി നാട് മുഴുവൻ തെരച്ചിൽ നടത്തുന്നു. ഇതിൻ്റെ എല്ലാം രാഷ്ട്രീയ ക്ഷീണം കോൺഗ്രസിനാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. ഒന്ന്, ഈ വിഷയം തുടക്കത്തിൽ തന്നെ കൈകാര്യം ചെയ്യുന്നതിൽ പിഴവ് പറ്റിയോ, അത് പാർട്ടിക്ക് അതിന് പഴി കേൾക്കേണ്ടി വരും, നേതാക്കൾ പഴി കേൾക്കേണ്ടി വരും എന്നൊരു വിഷയമുണ്ട്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ എന്ത് നടപടിയെടുക്കുന്നു എന്ന ചോദ്യമാണ്. ഇനി എന്ത് നടപടി എന്ന ചോദ്യമാണ്. അവിടെയാണ് മുഖം രക്ഷിക്കാനെങ്കിലും പുറത്താക്കൽ എന്ന തീരുമാനത്തിലേക്ക് വരേണ്ടി വരുന്നത്. ഇത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് കോൺഗ്രസിന് മുന്നിൽ വരുന്ന ഒരു വഴിയാണ്. കൂടുതൽ നടപടിയെടുക്കുന്നത് മറ്റൊരു പ്രതിസന്ധി ഉണ്ടാകുമോ എന്നൊരു ആക്ഷേപം കോൺഗ്രസിന് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം കൈവിട്ടിരിക്കുന്നു. ഇനി പുറത്താക്കൽ എന്ന ഒരു പ്രഖ്യാപനം തന്നെ നടത്തിയേ മതിയാവൂ എന്ന അവസ്ഥ കൈവന്നിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസിനുണ്ടായിരുന്ന ആശങ്ക പാലക്കാട് ഒരു ബൈ ഇലക്ഷൻ നടന്നാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയായിരുന്നു. ഇപ്പോൾ അത്തരം സാധ്യതയില്ല. ഇനിയൊരു ബൈ ഇലക്ഷൻ നടന്നേക്കില്ല. ആ ഒരു കണക്കുകൂട്ടൽ കൂടി തന്നെ രാജി എന്ന ആവശ്യം പരസ്യമായി തന്നെ ഉന്നയിക്കും, അത് ഔദ്യോഗികമായി തന്നെ ഉന്നയിക്കും. ഈ തീരുമാനം ഹൈക്കമാൻഡിൽ നിന്നുണ്ടാവട്ടെ എന്ന നിലപാടാണ് സംസ്ഥാനത്തെ പല പ്രധാന നേതാക്കൾക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. രാവിലെ K. മുരളീധരൻ പറഞ്ഞതുപോലെ നേതാക്കൾക്കിടയിലുള്ള ആശയവിനിമയം സജീവമായി തന്നെ നടക്കുന്നുണ്ട്. VD സതീശൻ, സണ്ണി ജോസഫ്, ഒപ്പം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കോൺഗ്രസിൻ്റെ പുതിയ കോർ കമ്മിറ്റി അംഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഈ വിഷയം ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കോടതിയിൽ നിന്നും തീരുമാനം ഇന്നുണ്ടാവില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. അങ്ങനെ കരുതേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. നേതാക്കൾ നൽകുന്ന സൂചനകളും അങ്ങനെ തന്നെയാണ്. കാരണം ഇതിൽ നിയമപരമായി രാഹുൽ എന്ത് നടപടിയും എടുക്കട്ടെ, നടപടിയും നേരിടട്ടെ എന്ന നിലപാടെടുക്കുന്നതിനപ്പുറം കോൺഗ്രസ് പാർട്ടിക്കും മുന്നണിക്കും രാഷ്ട്രീയപരമായ നിലനിൽപ്പ് തന്നെ ഈ തീരുമാനത്തിൽ നിന്നും ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് ഈ തീരുമാനം ഉണ്ടായേ പറ്റൂ എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. സഹിත ഈ കോൺഗ്രസ് മുഖം രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും വലിയൊരു പ്രതിസന്ധിയുള്ളത്, ഇനിയൊരു 5 ദിവസം കൂടി കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്.
അത് നമുക്കറിയാം, എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഏറ്റവും അവസാനം എന്താണോ സംഭവിക്കുന്നത് അതാണ് എപ്പോഴും വോട്ടർമാരെ സ്വാധീനിക്കുക. ഏതെങ്കിലും ഒരു നേതാവല്ല, രാഹുൽ കോൺഗ്രസ് ഏറ്റവും അഭിമാനത്തോടെ ഉയർത്തി കാണിച്ച അവരുടെ ഏറ്റവും കരുത്തനായ യുവ മുഖമായിരുന്നു. അങ്ങനെ ഒരു നേതാവ് തുടരെ ഇത്തരം ക്രൂരമായ ബലാത്സംഗ കേസുകളിൽ അടക്കം പെടുകയും ഇത്രയും നാൾ അയാളെ സംരക്ഷിക്കാൻ പാർട്ടി തന്നെ ശ്രമിച്ചു. സസ്പെൻഷൻ നടപടി അവിടെ നിൽക്കട്ടെ, അപ്പോഴും അയാൾ പാർട്ടിയിലുണ്ടായിരുന്നു, പാർട്ടിക്ക് വേണ്ടി തന്നെ വോട്ടും പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഇത് കോൺഗ്രസിനെ ഒരു സന്ദിഗ്ധ ഘട്ടത്തിൽ, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ടില്ലേ? തീർച്ചയായും ശ്രീജ, അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കുന്ന വിവാദങ്ങൾ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങളതിന് മറുപടി പറയേണ്ടി വരും എന്നത് കോൺഗ്രസ് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് വരുമെന്ന് കരുതിയതല്ല. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം വിവാദം ആരംഭിച്ചതിന് ശേഷമാണ് ശബരിമല സ്വർണ്ണക്കടത്ത് വിവാദങ്ങളൊക്കെ ഏറ്റവും ഊർജിതമായി ചർച്ച ചെയ്തത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധവും അതുതന്നെയായിരുന്നു. ശബരിമല അയ്യപ്പൻ സർക്കാരിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മറുപടി പറയുമെന്നാണ് UDF കൺവീനർ അടക്കമുള്ളവർ നിലപാടെടുത്തത്. അതായത് ശബരിമല തന്നെയാണ് ഞങ്ങളുടെ മുഖ്യ ആയുധം, അതാണ് പരമാവധി പ്രചരണ വിഷയമാക്കാനും ശ്രമിച്ചത്. അതിനിടയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടം കടന്നു വരുന്നത്. അത് സ്വാഭാവികമായും അവസാന നാളുകളിൽ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു. കഴിഞ്ഞ 7 ദിവസങ്ങളായി സംസ്ഥാനത്തെ ഒരു കോൺഗ്രസ് MLA ഒളിവിലാണ്. അതിന് കോൺഗ്രസ് പാർട്ടിയും ഉത്തരവാദിത്വം പറയേണ്ടതേ ഇല്ലേ എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. അപ്പോൾ ഇടതുപക്ഷത്തെ സൈബർ ഇടങ്ങളിലുമൊക്കെ ഇത് വലിയ ആക്ഷേപമായി ഉയരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി അവരെ കുഴയ്ക്കുന്നുണ്ട്. ഒന്ന്, കോൺഗ്രസിൽ ചിലരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരെയെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ടും ഇവർക്കെല്ലാം സൈബർ ആക്രമണം നടത്തുന്നതും കോൺഗ്രസിലെ രാഹുൽ അനുകൂലികളാണ് സൈബർ എടുത്ത എന്ന പ്രതിസന്ധിയാണ്. അപ്പോൾ അസാധാരണമായ ഒരു സാഹചര്യമുണ്ട്. ഒരേ സമയം ഇടതുപക്ഷത്തെ നീക്കങ്ങൾ നേരിടണം, മറുവശത്ത് പാർട്ടിയിലെ ഒരു വിഭാഗം സൈബർ ഇടങ്ങൾ പാർട്ടി നേതാക്കൾക്കെതിരെ നടത്തുന്ന നീക്കത്തെ നേരിടണം. ഇങ്ങനെയുള്ള ഒരു സന്നിഗ്ധ ഘട്ടം കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ നേരിടുക എന്ന വലിയ പ്രതിസന്ധിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ തീരുമാനമുണ്ടായേ മതിയാവൂ എന്ന സാഹചര്യമാണ്. അവശേഷിക്കുന്ന ദിവസമെങ്കിലും ഈ വിഷയത്തിൽ വലിയ നീക്കങ്ങൾ ഉണ്ടാവണം. നോക്കുക, ഇനി ആദ്യ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ വെറും 5 ദിവസം മാത്രമാണ് പരസ്യപ്രചരണത്തിനുള്ളത്. ഇന്നത്തെ ദിവസം അടക്കം ചേർത്ത് ഈ ദിവസങ്ങളെയൊക്കെ സ്വാധീനിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കൂടുതൽ ശക്തമായ നിലപാടെടുത്തു എന്ന് തോന്നിപ്പിക്കാനെങ്കിലും കോൺഗ്രസിന് ഒരു പ്രഖ്യാപനം ആവശ്യമാണ്. ആ പ്രഖ്യാപനത്തിലേക്ക് നേതാക്കൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറിച്ച് ഇതിൽ മിണ്ടാതിരിക്കത്തില്ല, ഞങ്ങളുടെ ഭാഗമല്ല രാഹുൽ എന്ന നിലപാടെടുത്ത് ഇനി മുന്നോട്ട് പോകാനാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ചിലരെങ്കിലും അത് പരസ്യമായി പറഞ്ഞും തുടങ്ങി. ഇനി അറിയേണ്ടത് അത് CPM എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നത് കൂടിയാണ്. പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ CPMനെ സംബന്ധിച്ച് ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയായിരുന്നു ഒരു വലിയ തിരിച്ചടിയായി നിന്നിരുന്നത്. ഇന്ന് N വാസുവിന് ഇന്നും ജാമ്യം നൽകിയിട്ടില്ല. പത്മകുമാർ ഇപ്പോഴും ജയിലിലാണുള്ളത്. ആ സാഹചര്യത്തിൽ ഈ വീണ് കിട്ടുന്ന അവസരം എങ്ങനെയായിരിക്കും CPMന് ഗുണപരമായി ഉപയോഗിക്കാനാവുമോ, അല്ലെങ്കിൽ CPM എങ്ങനെയായിരിക്കും ഇതിനെ പ്രയോജനപ്പെടുത്തുക? CPM എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പരമാവധി ചർച്ചയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അന്വേഷണ ഏജൻസികളൊക്കെ ഒരുപക്ഷെ രാഹുലിനെ ഇതുവരെയും പിടിക്കാത്തത് ആ രാഷ്ട്രീയ സാധ്യത തേടിക്കൊണ്ടാണ് എന്ന ആക്ഷേപം ഇതിനകം തന്നെ ഉയർന്നതുമാണ്. സ്വാഭാവികമാണ്, ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്ന ഈ സാധ്യതയെ അവർ ഉപയോഗിക്കുകയാണ്. ഇതിനിടയിലാണ് ശബരിമല സ്വർണ്ണമോഷണ വിവാദമൊക്കെ വരുന്നത്. CPMനെ ഗ്രഹിച്ചിരുന്ന ആ ഒരു വലിയ പ്രതിസന്ധിയെ രാഹുൽ മാങ്കൂട്ടം വിവാദത്തിലൂടെ മറികടക്കാൻ കഴിയുമോ എന്നൊരു പരീക്ഷണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അന്വേഷണ ഏജൻസികൾക്ക് തൽക്കാലം സമയം നീട്ടിക്കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ഈ 1 മാസത്തിനിടയിൽ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ CPMനെ ആശ്വസിക്കാൻ വകയുണ്ട്. പക്ഷേ അവരെ കുഴയ്ക്കുന്ന ഒരു വിഷയമുള്ളത് ഇപ്പോഴും ഇന്ന് സമർപ്പിച്ചിരിക്കുന്ന 3ാമത് ഇടക്കാല റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ അല്പസമയത്തിനുള്ളിൽ അത് പുറത്തു വന്നേക്കാം, അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നേക്കാം. ആ കണ്ടെത്തലുകൾ ഒരു പക്ഷേ വീണ്ടും ചർച്ചയ്ക്ക് ഇടം വെച്ചേക്കാം. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വിവാദത്തിനൊപ്പം ഇതിലും ഇടതുമുന്നണിക്ക് മുന്നിലും പ്രതിസന്ധിയുണ്ട്. പക്ഷേ അതിനൊക്കെ മുമ്പിൽ തീരുന്നില്ല. ഇന്നും നാളെയും നാളെ കഴിഞ്ഞുമായി രാഹുൽ മാങ്കൂട്ടം വിവാദങ്ങളുടെ തുടർ വാർത്തകൾക്ക് ഇടമുണ്ട്. ആ വിവാദങ്ങൾ പരമാവധി ചർച്ചയാക്കാൻ ഇടത് കേന്ദ്രങ്ങളും ശ്രമിക്കുമെന്നുറപ്പാണ്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഈ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാനാണ് ഇങ്ങനെ ഒരു പരാതി എന്നതാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിന് പിന്നിൽ ഒരു CPM BJP ഗൂഢാലോചനയുണ്ട് എന്നൊക്കെ രാഹുൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ടല്ലോ. രാഷ്ട്രീയമായി ഈ ഒരു സംഭവങ്ങളുടെ നാൾ വഴി പരിശോധിച്ചാൽ ഇതാദ്യം ഇങ്ങനൊരു ആരോപണം വായുവിൽ ഉയർന്നു വരുന്നു, ചില ശകലങ്ങൾ കേൾക്കുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം വരെ, ഈ കോടതിയിൽ വാദം പൂർത്തിയാകുന്നത് വരെയുള്ള ഒരു സമയമെടുത്താൽ എങ്ങനെയായിരുന്നു ഈ സംഭവത്തിന്റെ ഒരു പോക്ക്?
ശ്രീജ, കഴിഞ്ഞ ഓഗസ്റ്റ് 20-ാം തീയതിയാണ് ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ തുടക്കം. അതായത് കൊച്ചിയിലെ ഒരു യുവനടിയായ റിനി ആൻഡ് ജോർജ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തനിക്ക് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന്റെ, ഒരു യുവ രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തുനിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് വളരെ കാഷ്വലായി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിനിടയിൽ പറയുന്നു. ആ സമയത്ത് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കോൺഗ്രസ് MLA-യുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിലുള്ള സൈബർ പ്രചാരണം ഇടത് സൈബർ ഹാൻഡിലുകളിൽ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷെ അത് ആരാണ്, ഏതാണ് എന്നതിലൊന്നും ഒരു വ്യക്തതയുമില്ല. അതിനിടയിലാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്ന് മാധ്യമപ്രവർത്തകർ രാഹുലിനോട് പാലക്കാട് വെച്ച് ചോദിക്കുകയും രാഹുൽ അത് ഹൂ കെയേഴ്സ് എന്ന ലാഘവത്തോടെ തള്ളിക്കളയുകയും ചെയ്യുന്നത്. അതിനു പിന്നാലെ ഈ റിനി ആൻഡ് ജോർജ് ഓഗസ്റ്റ് 20-ന് കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് താൻ ആരോപണം ഉന്നയിച്ചത് ഒരു രാഷ്ട്രീയ നേതാവിനാണ്, പേര് ഞാൻ പറയുന്നില്ല, എന്താണ് സംഭവിച്ചത്, തന്നോടൊരു ഹോട്ടലിൽ വരാൻ ആവശ്യപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. തൊട്ട് പിറ്റേ ദിവസം KPCC നേതൃത്വത്തിന് ഇതിന്റെ ഒരു ഗൌരവം മനസ്സിലാകുന്ന സാഹചര്യം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വളരെ അഡമന്റായ ഒരു സ്റ്റാൻഡിലേക്ക് പോകുന്നു. ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുത് എന്നൊരു തീരുമാനമെടുക്കുന്നു. അങ്ങനെ പരാതി വന്ന്, അല്ലെങ്കിൽ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരെടുത്തൊരു പരാതി പരാമർശിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നു. അതിനു പിന്നാലെയാണ് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റായ അവന്തിക അവർക്കുണ്ടായ ദുരനുഭവം പങ്കുവെച്ച് രംഗത്തെത്തുന്നത്. പക്ഷേ ഉയർന്നു കേട്ട ആരോപണങ്ങളിൽ വാദങ്ങൾ പൊളിക്കാനായി, അതായത് ഇതിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുമ്പോട്ട് വന്നത് അവന്തികയുടെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അതായത് അവന്തിക ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് നമ്മളാണ് ആദ്യം അവന്തികയെ വിളിക്കുന്നത്, ആ പരാതി അങ്ങനെയൊന്നില്ല എന്ന് പറഞ്ഞ് അവർ നിഷേധിക്കുകയായിരുന്നു. പക്ഷേ ഈ റിനി ആൻഡ് ജോർജ് കൃത്യമായി പരസ്യമായ ഒരു പ്രതികരണം നടത്തിയതിന് പിന്നാലെയാണ് ഈ അവന്തിക തനിക്കുണ്ടായ ദുരനുഭവം പരസ്യമായി വീണ്ടും പറയാൻ രംഗത്തെത്തുന്നത്. അന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അവരുടെ പ്രതികരണം എടുക്കുന്നു. അതിന് പിന്നാലെ ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നിയമ നടപടികളിലേക്കും പോകുന്നില്ല. അതിനിടയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് രേഖാമൂലം ചില പരാതികൾ ലഭിക്കുന്നു. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാനുള്ള സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയാണ്. അതോടൊപ്പം പ്രത്യേക ബ്ലോക്കായി ഇരുത്താൻ കത്ത് നൽകുന്ന സാഹചര്യം. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിയമസഭാ സമ്മേളനത്തിൽ പ്രത്യേക ബ്ലോക്ക് അനുവദിക്കുന്നു. രാഹുൽ നിയമസഭയിലേക്ക് എത്തേണ്ടതില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം തീരുമാനമെടുക്കുന്നു. പക്ഷേ ചിലരുടെ പിന്തുണയോടെ വളരെ നാടകീയമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തുന്നു. അത് കൃത്യമായി സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണങ്ങൾ, രാഹുലിനെ വാഴ്ത്തുപാട്ടുകളുമായി വലിയ പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്നു. അതിനുശേഷം പിന്നീട് പരാതികളൊന്നും പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരാതിരിക്കുന്ന സാഹചര്യം. അതിനിടെ ഉയർന്നുകേട്ട ആക്ഷേപങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 13 പരാതികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നു. പ്രത്യേക അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട് പലരുടെയും മൊഴിയെടുക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇരകളായവർ ആരും പരാതിയുമായി നേരിട്ട് രംഗത്ത് വരാൻ തയ്യാറാകാതിരുന്ന ഒരു പശ്ചാത്തലത്തിൽ അന്വേഷണം പാതി വഴിയിൽ നിലയ്ക്കുന്നു. അങ്ങനെയിരിക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി പാലക്കാട് വീണ്ടും സജീവമാകുന്ന സാഹചര്യം. അങ്ങനെ പാലക്കാട് സജീവമാകുന്നതിനിടയിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും സ്ഥാനാർത്ഥികളുടെ കണ്ണാടി പഞ്ചായത്ത് അടക്കം സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിലും രാഹുൽ മാങ്കൂട്ടത്തിലെത്തുന്നു. അതിനെതിരെ വിമർശനവുമായി ഒരു വിഭാഗം നേതാക്കൾ വരുന്നു. പക്ഷേ പരാതിയൊന്നും എത്തിയിട്ടില്ലല്ലോ. അതിനാൽ രാഹുലിന് തന്നെ ജയിപ്പിച്ചവർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാകുന്നതിനെ എങ്ങനെ തടയാൻ സാധിക്കുമെന്ന ന്യായീകരണവുമായി ഒരു വിഭാഗം നേതാക്കൾ വീണ്ടും രംഗത്തെത്തുന്നു. അങ്ങനെ ഈ സംഭവങ്ങൾ ഒരു ചെയിനായി നടക്കുന്നതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായി കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലേക്ക് ഇരയായ യുവതി നേരിട്ടെത്തി പരാതി നൽകുന്നിടത്താണ് ഇപ്പോൾ വരെയുള്ള ഈ സംഭവങ്ങൾ ഇങ്ങനെ മാറി മറിയുന്നത്. അതിനൊടുവിൽ പരാതി നൽകിയതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ നിന്ന് മാറിപ്പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നെ രാഹുൽ എവിടെയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയില്ല. വക്കാലത്തൊപ്പിടാനായി തിരുവനന്തപുരത്ത് തന്റെ അഭിഭാഷകനായ ശാസ്ത്രമംഗലം അജിത്തിന്റെ ഓഫീസിൽ നേരിട്ട് രാഹുൽ എത്തി എന്ന പ്രചാരണം നടന്നിരുന്നുവെങ്കിലും അത് പോലീസ് നിഷേധിക്കുകയാണ്, പാടെ തള്ളിക്കളയുകയാണ്. അങ്ങനെ രാഹുലിന് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. പിന്നെ രാഹുൽ എവിടെ എന്ന ചോദ്യം അന്തരീക്ഷത്തിലുണ്ട്. കർണാടകയിലേക്ക് രാഹുൽ കടന്നിരിക്കാം. അതിനുവേണ്ടി ഒരു നടിയുടെ വാഹനം ഉപയോഗിച്ചു എന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടാകുന്നു. പിന്നീട് വാഹനം മാറി മാറി ഉപയോഗിച്ചു. അങ്ങനെ 3 വാഹനങ്ങളിലായാണ് ഇപ്പോൾ രാഹുൽ എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് പോലീസിന്റെ കൃത്യമായ കണ്ടെത്തൽ. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം
മൈസൂരു ബംഗളൂരു എന്നീ 2 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന തുടരുകയാണ്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ നാടകീയമായി കീഴടങ്ങിയേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നത്. ശരി ഡാൻ, വളരെ വിശദമായി തന്നെ ഈ കേസിന്റെ നാൾ വഴികളിലൂടെയാണ് ഡാൻ കുര്യൻ സഞ്ചരിച്ചത്. അതിനൊടുവിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിരിക്കുന്നു, വിധി പറയാൻ മാറ്റിയിട്ടുണ്ട്. അതിനിടയിൽ എന്ത് സംഭവിക്കുമെന്നതാണ് അറിയേണ്ടത്. ഇന്ന് രാവിലെ തൊട്ട് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും ശക്തമായ പ്രതികരണം ആദ്യം മുരളീധരനാണ് നടത്തിയതെങ്കിൽ ആദ്യം തൊട്ട് ഈ വിഷയത്തിൽ ഒരേ നിലപാട് തുടർന്നിരുന്ന പ്രതിപക്ഷ നേതാവ് നടപടി കൂട്ടായി ആലോചിച്ച ശേഷമായിരിക്കുമെന്നാണ് പ്രതികരിച്ചത്. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും, പരാതിയുടെ അടിസ്ഥാനത്തിലല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അല്ലല്ല, അതെല്ലാം പാർട്ടി ആലോചിച്ച് ചെയ്യും. പിന്നെ ഇന്നലെയല്ലേ ഈ വിഷയം വന്നത്? ഇന്നലെയല്ലേ ഈ വിഷയം വന്നുള്ളൂ. ഇന്നലെ ഞങ്ങൾ ആലോചിക്കട്ടെ, ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ, ഞങ്ങൾ അതിന്റെ വിവിധ വശങ്ങൾ അറിയട്ടെ. ഒരു പരാതി നമുക്ക് വന്നതല്ലേ, പേര് പോലും ഇല്ലാത്ത പരാതിയാണ്. എങ്കിലും നമ്മൾ അന്വേഷിക്കണം. നമ്മൾ അന്വേഷിച്ച് നമ്മൾ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടി എടുക്കും. ഒരു കേസ് കോടതിയിലുണ്ടല്ലോ, അതിന് ഞങ്ങൾ വല്ല തടസ്സം പറഞ്ഞോ? കേസെടുത്തതിന് അന്വേഷിക്കട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നല്ലേ KPCC പ്രസിഡന്റ് പറഞ്ഞത്. ഞങ്ങൾക്ക് കൃത്യമായ നിലപാടാണ്. രാഹുലിനെതിരെ പരാതി കിട്ടിയ ഉടൻ DGPക്ക് കൈമാറിയെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പരാതിക്കാരിക്കും മറുപടി നൽകി. പോലീസ് നിയമാനുസൃതമായ നടപടിയെടുക്കട്ടെ എന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. ഞങ്ങൾക്ക് സാധാരണഗതി ഞാൻ പ്രസിഡന്റായതിനു ശേഷം അങ്ങനെ പരാതികൾ വന്നിരുന്നില്ല. എനിക്ക് കൃത്യമായൊരു പരാതി വന്നത് ഇന്നലെയാണ്. ആ പരാതിയിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല, സ്ഥലമോ പരാതിക്കാരിയുടെ പേരോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനായ ഒരാളെന്ന നിലയ്ക്ക് ഞാനപ്പോൾ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഞാനത് കേരളത്തിൻ്റെ DGPക്ക് പോലീസ് മേധാവിക്ക് അയച്ചു കൊടുത്തു. പരാതിക്കാരിക്ക് അത് സംബന്ധിച്ചൊരു മറുപടി ഞാൻ അയച്ചു കൊടുത്തു. മറ്റു പരാതി നേരത്തെ എനിക്ക് കിട്ടിയത്, എനിക്ക് പ്രതിപക്ഷ നേതാവിനും കിട്ടിയത്, അത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷം മുഖ്യമന്ത്രി ആ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് കൈമാറിയതിന് ശേഷമാണ്. അപ്പോൾ പിന്നെ അത് ഞങ്ങൾ പ്രത്യേകിച്ച് അതിലെ നിയമ നടപടി ഓൾറെഡി ആരംഭിച്ചു. അതിന് ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഇതായിരുന്നു ആ സാഹചര്യം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഒപ്പം നിൽക്കുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. KPCC പ്രസിഡന്റ് എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഒപ്പം നിൽക്കുമെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. അല്ല, അത് പാർട്ടിയുടെ KPCCയുടെ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ അദ്ദേഹമാണ് ഒരു തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ളത്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. കാര്യങ്ങൾ അഭിപ്രായങ്ങൾ പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ള UDF കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉത്തരവാദിത്വം. ഈ രണ്ടാമത്തെ പരാതിയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാനത് പൂർണ്ണമായും ഞാൻ കണ്ടില്ല. എങ്കിലും ആ പരാതി വന്നുടനെ തന്നെ ഞങ്ങൾ ചെയ്തത് ബഹുമാനപ്പെട്ട പരാതി ഉടൻ തന്നെ DGPക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ പോലീസിന് അത് കൈമാറി എന്ന് പറയുന്നത് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനം പോലെയല്ല കോൺഗ്രസ് ചെയ്തത്. ഞങ്ങളൊരു കമ്മീഷനെയും വെക്കാൻ പോയില്ല. ഒരു പരാതി വന്നു, ആ പരാതി അത് സ്വീകരിച്ചതിന് ശേഷം അത് പരാതി നേരെ കൊടുത്തത് കേരളത്തിന്റെ DGPക്കാണ് അയച്ചു കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം അന്വേഷിക്കട്ടെ, ആ അന്വേഷണത്തിലൂടെ എന്തെങ്കിലും കണ്ടെത്താനുള്ളത് കണ്ടെത്തി അതിനെതിരെ നടപടികൾ ഉണ്ടാകട്ടെ എന്നുള്ളത് കൊണ്ടാണ് KPCC പ്രസിഡന്റ് അത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചത്. ഇപ്പോ അദ്ദേഹം പാർട്ടിക്കകത്ത് ഇല്ലല്ലോ, ഇപ്പൊ പുറത്ത് നിൽക്കുകയല്ലേ. ആദ്യ പരാതി ഒന്നും എന്റെ കയ്യിൽ വന്നിട്ടില്ല. പൊതുവായി വന്ന പരാതിയെ സംബന്ധിച്ച് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അത് അന്ന് പറഞ്ഞ കാര്യമാണ്. ആ അഭിപ്രായത്തെക്കുറിച്ച് ഇന്ന് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തിയതിനു ശേഷം ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വരട്ടെ. പോലീസ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് ഞങ്ങളല്ല. ആഭ്യന്തര വകുപ്പ് കേരളത്തിൽ കൈകാര്യം ചെയ്യുന്നത് ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കാര്യങ്ങൾ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ കാര്യങ്ങൾ പുറത്തു വരട്ടെ. പുറത്തു വരുമ്പോൾ അതിനുള്ള കാര്യങ്ങളുമായി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനം വന്ന ശേഷം കൂടുതൽ തീരുമാനമെന്ന് രമേശ് ചെന്നിത്തല.
KPCC പ്രസിഡന്റ് തീരുമാനം അറിയിക്കും. യുക്തമായ നടപടി പാർട്ടി നേതൃത്വം എടുക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. രാഹുൽ മാക്കൂട്ടത്തിന്റെ ബന്ധപ്പെട്ട വേറെ ചില പരാതികളും വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട കേസ് കോടതി നിൽക്കുകയാണ്. കോടതി ഇന്ന് വിധി പറയുമെന്ന് കരുതുന്നു. ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് തുടക്കം മുതൽ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും അറിയുന്നതാണ്. അപ്പോൾ കോടതി എന്താണ് തീരുമാനം എടുക്കുന്നതെന്ന് അറിയട്ടെ. അത് കഴിഞ്ഞ ശേഷം KPCC പ്രസിഡന്റ് എല്ലാ നേതാക്കന്മാരുമായി കൂടി ആലോചിച്ച് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ഞങ്ങൾക്കാരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല. ഇതൊരു വ്യക്തിയുടെ കാര്യമാണ്. ഇത് വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു. താനുമായുള്ള അടുപ്പം ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുന്നതിൽ സ്വാധീനിച്ചിട്ടില്ലെന്ന് ഷാഫി പറമ്പിൽ MP. അത് ഇതുവരെ നേരിട്ട നടപടികൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇതുവരെ വേണ്ടത് പാർട്ടി ചെയ്തു, ഇനി ചെയ്യേണ്ടതും ചെയ്യും. മറ്റൊരു പാർട്ടിയും സ്വീകരിക്കാത്ത നടപടിയാണ് രാഹുലിനെതിരെ കോൺഗ്രസ് സ്വീകരിച്ചതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. എന്റെ പാർട്ടി എടുക്കുന്ന തീരുമാനം എന്റെയും കൂടിയാണല്ലോ. ഞങ്ങളെല്ലാവരും യോജിച്ചെടുക്കുന്ന തീരുമാനം തന്നെയാണല്ലോ. അപ്പോൾ പാർട്ടിയിൽ ഇപ്പോൾ എടുത്തുള്ള നടപടികളൊക്കെ KPCC പ്രസിഡന്റ് ബാക്കി എല്ലാവരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വ്യക്തിപരമായ അടുപ്പമോ അടുപ്പക്കുറവോ ഒന്നും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് മാറി നിന്നതും പാർട്ടി എടുത്ത തീരുമാനം. ആ പാർട്ടിയിൽ തന്നെ ഞാൻ എപ്പോഴും പ്രവർത്തിക്കുന്നത്. ഞാനും കൂടി ഉൾക്കൊള്ളുന്ന പാർട്ടിയാണല്ലോ അത്ര ഒരു തീരുമാനം എടുത്തത്. പിന്നെ അത് വ്യക്തിപരമായി എപ്പോഴും നിങ്ങളത് ഐസൊലേറ്റ് ചെയ്തിട്ട് പാർട്ടി എന്നെ പറയാൻ അനുവദിക്കുന്നുണ്ടോ അതോ അല്ലെങ്കിൽ താങ്കൾ അതിനുള്ള കൃത്യമായ മറുപടി പറഞ്ഞു. എന്റെ അടുപ്പവും അടുപ്പക്കുറവും പാർട്ടിയുടെ തീരുമാനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഞാനത് ആക്കാൻ വേണ്ടി കുറെ അധ്വാനിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. ആ പദവിയിൽ നിന്ന് മാറി നിൽക്കാൻ അയാളും പാർട്ടിയും തീരുമാനിച്ചു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പാർട്ടി തീരുമാനിച്ചു. പാർലമെന്ററി പാർട്ടി പുറത്താക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ എന്റെ വ്യക്തിപരമായ അടുപ്പക്കുറവ് പാർട്ടി ഏതെങ്കിലും തീരുമാനം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? പാർട്ടി വേറെ ഒരു പാർട്ടിയും ചെയ്യാത്ത തരത്തിൽ തന്നെയാണ് ഈ വിഷയങ്ങൾ പാർട്ടി കൈകാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ സമാനമായ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോ ഇപ്പോ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന CPM എന്ത് ചെയ്തു എന്നുള്ളത് ചോദിക്കാൻ നിങ്ങൾക്കും പ്രയാസമാണ്. നിങ്ങൾക്കും ചോദ്യമല്ല, ഇപ്പുറത്തേക്ക് മാത്രമേ ചോദ്യമുള്ളൂ. അവരൊക്കെ എത്ര പേര് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി, അവരൊക്കെ എത്ര പേര് പാർട്ടി നടപടി നേരിടേണ്ടി വന്നു എന്നുള്ളത് നിങ്ങൾ ആലോചിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഷാനിമോൾ ഉസ്മാൻ. പുറത്താക്കണമെന്ന ആവശ്യം കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുമെന്നാണ് വിശ്വാസം. ഇഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ സംരക്ഷിക്കുകയും അല്ലാത്തവർക്ക് സംഭവിക്കുമ്പോൾ ആഘോഷിക്കുകയും ചെയ്യുന്നത് ശരിയല്ലെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. ഇതിപ്പോ കേരളത്തിൽ ഏറ്റവും മോശകരമായ രീതിയിലേക്ക് അത് പോവാം. ഈ പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എന്നെ പോലെയുള്ളവർക്കുള്ളത്. കൃത്യമായ നിലപാട് ഏത് സ്ത്രീക്കാണെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നിയമപരമായി തന്നെ അത് നിലപാടെടുക്കണം. ധാർമ്മികമായി പാർട്ടിക്കകത്ത് ഉണ്ടാകരുത് എന്നുള്ള അഭിപ്രായം എല്ലാ കാലത്തും പങ്കുവച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. CPM-നകത്ത് പറയുന്നത് പോലെയുള്ള ഇരട്ടത്താപ്പ് നിലപാടൊന്നും ഞങ്ങൾക്കില്ല. ഇല്ലാതെ സസ്പെൻഡ് ചെയ്തതും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. അത് സമീപകാലത്ത് നമ്മൾ എവിടെയും ഇതുപോലെ ഒരു നടപടി കേട്ടിട്ടില്ല. ഇന്ത്യയിൽ തന്നെ ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെയും ഒരു പരാതി കിട്ടിയപ്പോൾ ആ പരാതി DGPക്ക് കൈമാറി. കേരളത്തില് ഇത് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബംഗളൂരു സ്വദേശിനിയുടെ പരാതി ഗൗരവമുള്ളതെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. പരാതി കിട്ടിയ ഉടൻ DGPക്ക് കൈമാറി. ഉചിതമായ സമയത്ത് KPCC ഉചിതമായ തീരുമാനമെടുക്കുമെന്നും A. തങ്കപ്പൻ പറഞ്ഞു. ഈ ഒരു MLA ആയിരുന്ന ആളായതുകൊണ്ട് KPCC ആണ് അത് 100% ഉചിതമായി നടപടി ചെയ്യും. ഇത്തരം സാഹചര്യത്തിൽ MLA സ്ഥാനത്ത് തുടരുന്നതിലൊരു അതെന്തോട്ടെ എങ്ങനെയാണെങ്കിലും അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കും. അതൊന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് പറയും വന്നുകൊണ്ടിരിക്കും. ഇത്ര കാലം ഉണ്ടായിരുന്നില്ലല്ലോ പരാതി, ഇപ്പോഴല്ലേ വന്നത്. അപ്പോൾ എന്തായാലും പരാതി KPCCക്ക് കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഗൗരവത്തോടെ തന്നെ ആരുടെയാലും അത് ഉൾക്കൊണ്ട് അപ്പോൾ ഒരാൾ പരാതി തന്നാൽ അത് പാർട്ടി ഗൗരവത്തിൽ തന്നെ എടുക്കും. അത് എങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമുണ്ടാകും. പാലക്കാട്ട് മാധ്യമപ്രവർത്തകർക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യേറ്റം. കുത്തനൂരിലാണ് സംഭവം. രമേശ് ചെന്നിത്തലയോടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ പ്രകോപിതരായാണ് കയ്യേറ്റം. CPM നേതാക്കളോട് ഇത്തരം ചോദ്യം ചോദിക്കുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു കയ്യേറ്റം. മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്.
രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിലപാടിൽ ഉറച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അവിഹിതവും സ്വർണവും ജനങ്ങളെ ബാധിക്കില്ലെന്നും മാധ്യമങ്ങളുടെ അവിഹിത സഹായത്തോടെയാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വലിയ വിഷയമാണ്. ആ പെൺകുട്ടി എന്ന് പറയുന്നത് എന്റെ വീട്ടിലെയും പെൺകുട്ടിയാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷെ അതല്ല ഇപ്പോ ഒരു രാഷ്ട്രീയ ഭരണ നിശ്ചയത്തിന് അത് ബാധിക്കാൻ പാടില്ല. അവതരിപ്പിച്ച സമയമാണ് അത് അല്ല, അത് ഞാൻ പറയുന്നില്ല. സമയം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഇലക്ഷൻ ആയതുകൊണ്ട് നിഷേധിക്കാൻ പാടുണ്ട്. അതും നമ്മൾ പറഞ്ഞു. നമുക്ക് ഇലക്ഷന്റെ നിശ്ചയത്തിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അതിനെ ബാധിക്കാൻ പാടില്ല. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. രാഹുൽ ഈശ്വറിനെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകിട്ട് 5 മണിവരെയാണ് കസ്റ്റഡി. പോലീസ് കോടതിയിൽ കള്ളം പറഞ്ഞു എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴായിരുന്നു രാഹുലിന്റെ പ്രതികരണം. മാത്രമല്ല പോലീസ് കോടതിയിൽ കള്ളം പറഞ്ഞു. എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് കോടതിയിൽ കള്ളം പറഞ്ഞു. കോടതിയിൽ കള്ളം പറയുന്ന തെറ്റല്ല. അങ്ങനൊരു സാധനം ഇല്ലേ? അപ്പൊ അങ്ങനത്തെ വിശ്വാസമൊന്നും ഇല്ലേ നാട്ടിലിപ്പോ? കോടതിയിൽ കള്ളം പറയുന്നു. പോലീസ് കോടതിയിൽ എനിക്ക് നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് കോടതിയിൽ കള്ളം പറഞ്ഞു. എന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. ആ പെൺകുട്ടിയുടെ ചിത്രം ഷെയർ ചെയ്തു. ആ പെൺകുട്ടിയുടെ ചിത്രം ഞാൻ ഷെയർ ചെയ്തേ ഇല്ല. 1-ാം പ്രതിയാണ് ഷെയർ ചെയ്തത്. ഇത് എനിക്ക് മീഡിയയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ആര് ചോദിക്കും? ഗവൺമെന്റും പ്രോസിക്യൂഷനും പോലീസും കൂടെ കള്ളം പറയാൻ തീരുമാനിച്ചാൽ നിങ്ങളല്ലേ ചെക്സ് ആൻഡ് ബാലൻസ് ആയിരിക്കുന്നത്? ഔട്ട്റൈറ്റ് കള്ളങ്ങൾ, പച്ച കള്ളങ്ങളാണ് പറയുന്നത്. അത് മീഡിയ ചോദിച്ചില്ലെങ്കിൽ ആര് ചോദിക്കും? രാഹുൽ നിരാഹാരം തുടരുമെന്ന് ഭാര്യ ദീപ പറഞ്ഞു. കോടതിയില് പോലീസ് ആക്ച്വലി ഇന്ന് കസ്റ്റഡി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഹാജരാക്കിയത്. 3 ദിവസത്തെ കസ്റ്റഡിയാണ് ചോദിച്ചിരിക്കുന്നത്. 3 ദിവസത്തെ കസ്റ്റഡി എല്ലാ ഡിവൈസസ് എല്ലാം പരിശോധിക്കാനും ഓഫീസൊക്കെ പരിശോധിക്കാനും എന്നൊക്കെയാണ് പറഞ്ഞ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ആർഗ്യൂ ചെയ്തെന്ന് വെച്ചാൽ അതിന് 3 ദിവസത്തിന്റെ ആവശ്യമില്ല എന്നൊരു ആർഗ്യുമെന്റ് വെച്ച് നമ്മൾ 3 days കസ്റ്റഡി ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവർ പറയുന്നത് ഇനി പബ്ലിഷ് ചെയ്യാത്ത വീഡിയോസ് ഉണ്ടാവുമോ എന്നൊക്കെ നോക്കാനൊക്കെയാണ്. എനിക്ക് തോന്നുന്നില്ല അതൊന്നും വാലിഡ് ആണെന്ന്. എന്തായാലും കോടതി പറഞ്ഞു ഒരു 1 day കസ്റ്റഡി. നാളെ വൈകിട്ട് 5 മണി വരെ. അപ്പൊ ഇന്നും നാളെ 2 days. നാളെ വൈകിട്ട് 5 മണി വരെ കസ്റ്റഡി എന്ന് പറഞ്ഞു. ഇനി ജാമ്യാപേക്ഷ നമ്മള് ഇനി മൂവ് ചെയ്യല്ലേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മള് നാളെ വൈകുന്നേരം വരെ കസ്റ്റഡി അല്ലേ. അപ്പൊ ഇനി അത് മറ്റന്നാൾ മൂവ് ചെയ്ത് എടുക്കാമെന്നുള്ള. നിരാഹാരം തുടരുകയാണ്. ഫുഡും വാട്ടറും രണ്ടും ഇൻടേക്ക് ഇല്ല. വെള്ളവും ആഹാരവും കഴിക്കുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് സെൻട്രൽ പ്രിസണിലേക്ക് മാറ്റിയേക്കുന്നത്. ഡോക്ടറിന്റെ സൂപ്പർവിഷൻ വേണമെന്ന് പറഞ്ഞത്. അപ്പൊ അത് അങ്ങനെ കൊണ്ടുപോകും. രാഹുൽ ഈശ്വറിനെതിരെ പോലീസ് ഉന്നയിച്ച ആരോപണങ്ങളൊന്നും നിലനിൽക്കില്ലെന്ന് അഭിഭാഷകൻ അലക്സ് കെ ജോൺ പറഞ്ഞു. 3 ദിവസത്തെ അദ്ദേഹത്തിന് ഇവിടെ ഒരു വീടും ഓഫീസും മാത്രമേ ഉള്ളൂ. ഈ ഓഫീസിൽ പോകുന്നതിന് 1/2 ദിവസത്തെ കാര്യം പോലും ഇല്ല. അവിടെ പോകുന്നതിന് ഈ 3 ദിവസത്തെ കാര്യം എന്തോന്ന് ഞാൻ കോടതി തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയും ചെയ്യും. അതിന്റെ കാര്യം എന്തോന്ന് ചോദിച്ചു. പിന്നെ സ്പെസിഫിക് ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും. അത് വളരെ നിഗൂഢമായ രീതിയിലാണ് ഇതിനകത്ത് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞ് എന്റെ ഒബ്ജക്ഷൻ കൺസിഡർ ചെയ്ത് ഇത് 1 ദിവസത്തെ ഞങ്ങൾ സഹകരിക്കാം, അതിൽ കൂടുതൽ അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് ഞങ്ങൾ അപേക്ഷിച്ചു. കോടതി അത് 2 പേരുടെയും വാദം കേട്ടതിന് ശേഷം ഇത് നാളെ വൈകുന്നേരത്തേക്ക്, അതായത് നാളെ 5 മണിക്ക് വരെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെക്കുവാൻ അധികാരം കൊടുത്തു. ചോദ്യം ചെയ്യുന്ന വേണ്ട കാര്യങ്ങൾ ചെയ്തു. ഞാനിത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമയമെടുത്ത് ഞാൻ ഈ വീഡിയോസ് എല്ലാം കണ്ടു. അതിനകത്ത് സെക്ഷലി മാർക്ഡ് റിമാർക്സ് എന്ന് പറഞ്ഞാൽ അത് വളരെ മോശകരമായ പദപ്രയോഗങ്ങളാണ് നടത്തേണ്ടത്. അദ്ദേഹം അങ്ങനെ നടത്തിയിട്ടില്ല. അത് വ്യക്തമായിട്ട് അത് കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അതെല്ലാം നമുക്ക് തെളിവായിട്ട് അന്നേരം ഈ അറിഞ്ഞുകൊണ്ട് തന്നെ, അതായത് യൂട്യൂബിലെ ഈ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നവർക്ക് ഒരു താക്കീത് നൽകാൻ വേണ്ടി ഇദ്ദേഹത്തെ ബലിയാടാക്കിയിരിക്കുകയാണ്. ആരെയാ? ഈ രാഹുൽ ഈശ്വറിന്. ഇദ്ദേഹം ഓർത്തോണം, ഇദ്ദേഹം 5ാം പ്രതിയാണെന്ന് ഓർത്തോണം. ബാക്കിയുള്ള എല്ലാവരും പബ്ലിക് ഡൊമൈനിൽ ഉണ്ട്. അവരെ ഒന്നും പോയി പിടിക്കണ്ട.
ഇദ്ദേഹത്തെ മാത്രം പിടിച്ചാൽ എന്താണ് എന്റെ ഉദ്ദേശം? എനിക്ക് മനസ്സിലാകുന്നില്ല. കൂടുതൽ ജാമ്യാപേക്ഷ ഇനിയിപ്പോൾ എങ്ങനെ സമർപ്പിക്കാനാണ്? അത് ഇന്ന് ടുഡേ മൂവിംഗ് ആണ്. 3 മണിയാകുമ്പോൾ ഇന്ന് ഞാൻ ക്ലർക്കിനോട് പറഞ്ഞിട്ടുണ്ട്. ടുഡേ മൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ഓൺലൈൻ ചെയ്യണം. ടുഡേ 3 മണിയാകുമ്പോൾ വിളിക്കുമ്പം കോടതി അടുത്ത ദിവസത്തേക്ക് റിപ്പോർട്ടിന് വെക്കും. ചിലപ്പം വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ വെക്കും. സാരംഗ് സുധാകരൻ വിശദാംശങ്ങൾ നൽകും. സാരംഗ്, 2 ദിവസത്തേക്ക് കൂടി കസ്റ്റഡി നീട്ടുകയാണ് ചെയ്തത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് 14 ദിവസത്തേക്കായിരുന്നു രാഹുൽ ഈശ്വറിനെ റിമാൻഡിൽ നിർത്തിയത്. ഇന്ന് വൈകുന്നേരം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷയുമായി കോടതിയിലേക്ക് ഈ ഒരു ജാമ്യാപേക്ഷയുമായി വരാനുള്ളൊരു അതിനിടയിലാണ് പോലീസ് ഈ ഒരു കസ്റ്റഡി അപേക്ഷയുമായി രാവിലെ കോടതിയെ സമീപിച്ചത്. അതിലാണ് പിന്നീട് ഈ ഒരു വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കേൾക്കുകയും തുടർന്ന് 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ എന്നത് 2 ദിവസത്തേക്ക്, അതായത് ഇന്നും നാളെ വൈകുന്നേരം വരെയുള്ള സമയം കൊണ്ട് ഈ ഒരു തെളിവെടുപ്പ് മുഴുവൻ പൂർത്തീകരിക്കുക എന്നുള്ളൊരു നിർദ്ദേശം കോടതി മുന്നോട്ട് വെക്കുകയായിരുന്നു. രാഹുൽ ഇപ്പോഴും നിരാഹാര സമരം തുടരുകയാണ്. ഇതിൽ കോടതിയെ ധരിപ്പിച്ച, അതായത് പ്രോസിക്യൂഷൻ ധരിപ്പിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്, പ്രതി ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ ചിത്രീകരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതൊക്കെ നടത്തണമെങ്കിൽ കസ്റ്റഡിയിൽ ലഭിക്കേണ്ട ആവശ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. പക്ഷേ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന്റെ വീടും ഓഫീസും എല്ലാം ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്, നഗരത്തിനോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ 3 ദിവസത്തെ ആവശ്യമില്ല. ഒരു ദിവസം, അതായത് ഇന്ന് തൊട്ട് നാളെ വൈകുന്നേരം വരെയുള്ള ഒരു 2 ദിവസത്തിനടുത്ത് വരെ മാത്രമേ സമയം നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. തുടർന്ന് അത് കോടതി അംഗീകരിക്കുകയായിരുന്നു. അത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ജാമ്യാപേക്ഷയുമായി രാഹുലിന്റെ അഡ്വക്കേറ്റ് കോടതിയിൽ ഈ ഒരു ജാമ്യാപേക്ഷ സമർപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാദങ്ങൾ, അതായത് വെള്ളിയാഴ്ചയോടുകൂടി ഇതിലൊരു തീരുമാനമുണ്ടാകുമെന്നാണ് വക്കീലടക്കം നമ്മളോട് പ്രതികരിച്ചത്. നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് രാഹുൽ. സാരംഗാട് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണ്ണവില ഗ്രാമിന് 22 ക്യാരറ്റ് 11,970 രൂപ, പവന് 95,760 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,900 രൂപ, പവന് 79,200 രൂപ. വെള്ളി ഗ്രാമിന് 192 രൂപ, കിലോഗ്രാമിന് 1,92,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാവുന്നു. ഇനി സ്പോട്ട് ലൈവുമായി ടോം കുര്യാക്കോസ്.